നമസ്കാരം, ഞാൻ മേശ്വരാമൻ. 1PM ന്യൂസിലേക്ക് വിശദമായി. 24 ബിഗ് ബ്രേക്കിംഗ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFനെ പിണറായി വിജയൻ തന്നെ നയിക്കും. തുടർച്ചയായി 2 ടേം കഴിഞ്ഞെങ്കിലും പിണറായി വിജയന് ഇളവ് നൽകും. CPIM കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ ധാരണയിലെത്തി. തുടർച്ചയായ 3-ാം തവണയും ഭരണം ലക്ഷ്യമിട്ടിറങ്ങുന്ന LDFനെ പിണറായി വിജയൻ തന്നെ നയിക്കും. പ്രചാരണം നയിക്കുന്നത് മുഖ്യമന്ത്രി തന്നെയാകുമെന്ന കാര്യത്തിൽ CPIM കേന്ദ്ര നേതൃത്വം തീരുമാനമെടുത്തു. നിയമസഭയിലേക്ക് തുടർച്ചയായി 2 തവണ മത്സരിച്ചവരെ മാറ്റണമെന്ന പാർട്ടി മാനദണ്ഡം പിണറായിയുടെ കാര്യത്തിൽ ബാധകമാക്കേണ്ടെന്നാണ് നിലവിലെ തീരുമാനം. 2 തവണ മുഖ്യമന്ത്രിയായ പിണറായി വിജയനുള്ള ജനകീയത അനുകൂലമാകുമെന്ന വിലയിരുത്തലിലാണ് കേന്ദ്ര നേതൃത്വം. മറ്റാർക്കെങ്കിലും ഇളവ് നൽകണമോ എന്ന കാര്യം നിലവിൽ പാർട്ടി ചർച്ച ചെയ്തിട്ടില്ല. അതേസമയം പാർട്ടി നേതാക്കളുടെ പെരുമാറ്റം മാന്യമാകണമെന്ന് CPIM നേതൃയോഗത്തിൽ നിർദ്ദേശമുയർന്നു. നേതാക്കളുടെ പെരുമാറ്റത്തെക്കുറിച്ച് സമൂഹത്തിൽ വിമർശനമുണ്ട്. താഴെത്തട്ടിൽ നന്നായി പെരുമാറുന്നവർ ഉള്ളതുകൊണ്ടാണ് വലിയ തകർച്ച ഉണ്ടാകാതിരുന്നത്. പ്രാദേശിക നേതാക്കൾക്കെതിരായ അഴിമതി ആക്ഷേപത്തിൽ ഉപരികമ്മിറ്റികൾ ഇടപെടുന്നില്ലെന്നും വിമർശനമുയർന്നു. സഹകരണ ബാങ്ക് അഴിമതി തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സംസ്ഥാന കമ്മിറ്റിയിൽ ആരോപണമുയർന്നു. ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ LDF തോൽവിക്ക് കാരണം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് CPI റിപ്പോർട്ട്. സംസ്ഥാന നേതൃയോഗങ്ങളിൽ അവതരിപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം. സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലെ പോരായ്മ, ശബരിമല സ്വർണ്ണക്കൊള്ള, ന്യൂനപക്ഷത്തെ പ്രകോപിപ്പിച്ച് നടത്തിയ പ്രസ്താവനകൾ എന്നിവ പരാജയ കാരണമായെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജനങ്ങൾ തന്ന മുന്നറിയിപ്പായി തെരഞ്ഞെടുപ്പ് ഫലത്തെ കാണുന്നുവെന്ന് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങൾ കണ്ട CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചു. ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള മെഷീനറി, ഒന്ന് സർക്കാർ മെഷീനറി, CPIക്ക് CPMന് LDFിനൊക്കെ ഒരു മെഷീനറി ഉണ്ട്. വിത്ത് ഓൾ ഇറ്റ്സ് പ്ലസ് ആൻഡ് മൈനസ് അതുണ്ട്. അതെല്ലാം ഉണ്ടായിട്ടും ഈ നേട്ടങ്ങൾ വേണ്ടതുപോലെ എത്തിയില്ല ജനഹൃദയങ്ങളിലേക്ക്. അതേപ്പറ്റി പഠനങ്ങൾ വേണം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. LDFന് മാർക്കിടാൻ വെള്ളാപ്പള്ളി നടേശനെ ഏൽപ്പിച്ചിട്ടില്ല. ഇടതുമുന്നണിയുടെ മുഖം വെള്ളാപ്പള്ളിയല്ലെന്നും ബിനോയ് വിശ്വം തിരുവനന്തപുരത്ത് പറഞ്ഞു. CPI ചതിയൻ ചന്തുവാണെന്നും 10 വർഷം കൂടെ നിന്നിട്ട് മുഖ്യമന്ത്രിയെ തള്ളിപ്പറഞ്ഞെന്നുമായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ഇതിന് മറുപടിയുമായാണ് ബിനോയ് വിശ്വം രംഗത്ത് വന്നത്. ഇരുവരുടെയും പ്രതികരണങ്ങളിലേക്ക്. 3-ാം തവണയും വരുമെന്ന് ഞാൻ പറഞ്ഞു. എന്താ പറ്റി? കൂടെ നിന്ന് എല്ലാ സുഖങ്ങളും അനുഭവിച്ചും കൂടെ തിന്ന് കാലിട്ട് വിട്ടതെന്ന് ഞാനാണ് ഉത്തരവാദി. CPI ആണോ? ആരായാലും കേൾക്കണം. എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചിട്ട് കൂടെ നിന്നിട്ട് കൂടെ ചവിട്ടാൻ അവൻ ചതിയും ചന്തുമാരാണ്. ബ്രൂട്ടോസ് നീയുമോ എന്ന് ചോദിക്കേണ്ടി വരും. പറയേണ്ടതെല്ലാം അകത്ത് പറയണം, പുറത്തല്ല പറയേണ്ടത്. പ്രത്യേകിച്ച് ഒരു ഇലക്ഷൻ നടക്കാൻ പോകുന്ന ഈ മുഹൂർത്തത്തിൽ ഇതുപോലുള്ള സംവാദങ്ങളാണോ ഒരു ഐക്യത്തിന് നല്ലത്? ഒരിക്കലും നല്ലതല്ല. ഒന്നിച്ച് ഇതുവരെ 10 കൊല്ലം സൂചിച്ചില്ല എല്ലാവരും. എന്നിട്ട് ഈ 10ാമത്തെ കൊല്ലം കഴിയുമ്പോൾ ഇത്ര സൗന്ദര്യക്കുറവൊന്നുകൊണ്ടാ? മാന്യമല്ല, മര്യാദയല്ല. LDF ഗവൺമെന്റിലെ പ്രവർത്തനങ്ങൾക്കും LDFിലെ പാർട്ടികൾക്കും മാർക്കിടാൻ വേണ്ടിയുള്ള ചുമതലയൊന്നും ആരും വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിട്ടില്ല, എത്തിക്കാനും പോകുന്നില്ല. വെള്ളാപ്പള്ളിയല്ല LDF, വെള്ളാപ്പള്ളി ആകാൻ പാടില്ല LDF. ജനങ്ങൾക്ക് എല്ലാവരെയും അറിയാം. ഈ പറഞ്ഞ ആളുടെ നാട്ടിൽ നിന്ന് ചതിയൻ ചന്തു എന്ന പേര് വീണെങ്കിൽ ആ തൊപ്പി 1000 വട്ടം വിളങ്ങും ആ തലയ്ക്ക്. ഈ തലയ്ക്ക് ചെയ്തില്ല. ആ തൊപ്പി ആ തലയ്ക്ക് ചെയ്തു. ശ്രീജിത്തുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, CPI വെള്ളാപ്പള്ളി പോരെ വിവരങ്ങൾ. ഉന്മേഷ്, വെള്ളാപ്പള്ളി നടേശനോടൊപ്പം മുഖ്യമന്ത്രി ആഗോള അയ്യപ്പ സംഗമത്തിന് വന്നത് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നുള്ള ചർച്ച CPIയിലും CPMനും അകത്തൊക്കെ ഉണ്ട്. എന്നാൽ മുഖ്യമന്ത്രി ആകട്ടെ അത് കാറിൽ കയറ്റിയതിൽ യാതൊരു തെറ്റുമില്ല. വെള്ളാപ്പള്ളി നടത്തിയ വർഗീയ പരാമർശങ്ങളിൽ ഒരു സമുദായ നേതാവിന്റെ പ്രതികരണമാണ് എന്ന മട്ടിൽ മുഖ്യമന്ത്രി അതിനെ ന്യായീകരിക്കുമ്പോഴാണ് CPI സംസ്ഥാന സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷമായ പരാമർശങ്ങളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അതിന് കാരണം വെള്ളാപ്പള്ളി ഇന്ന് ശിവഗിരിയിൽ നടത്തിയ പ്രതികരണമാണ് എന്നതും ഒരു വസ്തുതയാണ്. വെള്ളാപ്പള്ളി നടേശനെ ഒപ്പം ചങ്ങാത്തമുണ്ടാക്കിയത് തിരിച്ചടിച്ചു എന്നുള്ള ചർച്ച CPIയുടെ സംസ്ഥാന കൗൺസിലും മറ്റ് എക്സിക്യൂട്ടീവിലും സെക്രട്ടേറിയറ്റിലും വളരെ ശക്തമായി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് CPIക്കെതിരായ പ്രതികരണത്തിൽ ബിനോയ് വിശ്വം വെള്ളാപ്പള്ളിക്കെതിരെ ആഞ്ഞടിക്കുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ അടക്കമുള്ള സമുദായ നേതാക്കളുമായുള്ള പരിധിവിട്ട ചങ്ങാത്തം മുന്നണിക്ക് തിരിച്ചടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് തിരുത്തിയേ മതിയാകൂ. അതാണ് ഈ തെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠങ്ങളിലൊന്ന് എന്ന വിലയിരുത്തലാണ് CPIക്ക് പൊതുവെ ഉള്ളത്. അതുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശനെ വളരെ രൂക്ഷമായ, സാധാരണ ബിനോയ് വിശ്വം ഒരു മൃദുഭാഷിയായ നേതാവാണ്. എന്നാൽ ഇത്തവണ ആ പരിധി വിട്ട് അത്തരത്തിലുള്ള ഒരു നിലപാട്
വിട്ട് വെള്ളാപ്പള്ളി നടേശന് കർശനമായ മറുപടി പറയുന്നതിലേക്ക് വന്നു. അതായത് ചതിയൻ ചന്തു വന്ന് തൊപ്പി ചേരുന്നത് വെള്ളാപ്പള്ളിക്കാണ്, അത് CPIക്ക് ചേരുന്നതല്ല. LDFിലെ പാർട്ടികൾക്ക് LDF സർക്കാരിന് മാർക്കിടാൻ ആരെയും ഏൽപ്പിച്ചിട്ടില്ല, ആരെയും ഇനി ഏൽപ്പിക്കാൻ പോകുന്നുമില്ല, ആരെയും ഏൽപ്പിക്കില്ല എന്ന വാചകത്തിന് ബിനോയ് വിശ്വം പ്രത്യേക സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അതിന്റെ അർത്ഥം CPM വിചാരിച്ചാലും അത്തരമൊരു രീതി ശരിയല്ല എന്ന സന്ദേശം കൂടിയാണ് ബിനോയ് വിശ്വം ഇതിലൂടെ നൽകിയിട്ടുള്ളത്. ശരി, ആർ ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്ന്. മലപ്പുറം വിദ്വേഷ പരാമർശവുമായി ബന്ധപ്പെട്ട മാധ്യമങ്ങളുടെ ചോദ്യത്തോട് പ്രകോപിതനായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. മാധ്യമപ്രവർത്തകരോട് വെള്ളാപ്പള്ളി നടേശൻ കയർത്തു. ചാനൽ മൈക്കുകൾ തള്ളിമാറ്റി. എന്താ വർഗീയവാദി എന്ന് പറയാൻ കാരണം? യഥാർത്ഥ വർഗീയവാദികളായത് പറഞ്ഞു. മലപ്പുറത്ത് ചെന്നപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു? അങ്ങനെ എനിക്ക് പറയാൻ അവസരം സ്കൂളുകൾ തുടങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് തുടങ്ങുന്ന സത്യമല്ലേ? ഞാൻ 3 ജില്ല ഞങ്ങൾക്ക് എന്തുണ്ട് മലബാർ പ്രദേശത്ത്. മലപ്പുറത്തുണ്ടോ, വയനാടുണ്ടോ, കാസർഗോഡുണ്ടോ? ഒറ്റ വിദ്യാഭ്യാസ സ്ഥാപനം ഞങ്ങൾക്കില്ല. ഈ ദുഃഖം ഞാനൊന്ന് പറഞ്ഞു പോയി. സ്ഥലം വാങ്ങാൻ കിട്ടുന്നില്ലേ? എല്ലാം ഉണ്ട്. പിന്നെന്താ തുടങ്ങാൻ പറ്റാത്ത? അനുവാദം തരണം. ആരുടെ അനുവാദം? സർക്കാരിന്റെ. ഇപ്പൊ പിണറായി വിജയൻ സർക്കാരിലെ ഇപ്പോഴത്തെ അല്ല, അന്ന് ഞങ്ങള് അല്ല ഈ 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? 9 വർഷത്തിനിടെ നോക്കില്ലേ? ഈ CPI തോൽവിയുടെ മുഴുവൻ വെള്ളാപ്പള്ളി നടേശനാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ UDF കൺവീനർ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SIT. സ്വർണ്ണക്കൊള്ള കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായുള്ള ബന്ധം അന്വേഷിക്കും. ഇതിനിടെ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ SITക്ക് നൽകിയ മൊഴിയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നു. കേസിൽ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റി, പങ്കജ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നിവരെ കൊല്ലം വിജിലൻസ് കോടതി SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. SIT അന്വേഷണത്തിലെ മെല്ലേപ്പോക്കും രാഷ്ട്രീയ ഉന്നതരിലേക്കടക്കം അന്വേഷണം എത്തുന്നില്ലെന്ന ഹൈക്കോടതിയുടെ വിമർശനവും ഏറ്റുപിടിച്ച് പ്രതിപക്ഷം സർക്കാരിനെതിരായ ആക്രമണം കടുപ്പിക്കുമ്പോഴാണ് UDFിനെ രാഷ്ട്രീയ പ്രതിസന്ധിയിലാക്കി കൺവീനർ തന്നെ ചോദ്യമുന്നിലേക്ക് എത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചതനുസരിച്ചാണ് സോണിയാഗാന്ധിയെ കാണാൻ ഒപ്പം പോയതെന്നായിരുന്നു മുമ്പ് അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഇക്കാര്യം ഉൾപ്പെടെ ചോദിച്ചറിയും. ഇക്കാര്യത്തിൽ അടൂർ പ്രകാശിന്റെ പ്രതികരണം ഇങ്ങനെ: അറിയില്ല, അതേക്കുറിച്ച് ഒന്നും വന്നിട്ടില്ല. നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. അല്ല, നിയമം നിയമത്തിന്റെ വഴിക്ക് പോട്ടേന്ന്. അപ്പൊ നമുക്ക് കാത്തിരി കാണാം. അല്ല, ഇത് പലവട്ടം നമ്മൾ മറുപടി പറഞ്ഞതാണ്. സോണിയാഗാന്ധി അല്ലല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്, അതുപോലെ കേരള മുഖ്യമന്ത്രി. ഇതെല്ലാം ചുമതലപ്പെട്ടവർ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. നിയമത്തിന്റെ വഴിക്ക് പോയി അന്വേഷണത്തിന്റെ പരിധിയിൽ ഓരോരാളും വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും ഇഷ്യൂ മാറ്റിവിടാനും വേണ്ടി ഇല്ലാത്ത ഇഷ്യൂ മാറ്റിയെടുക്കേണ്ട കാര്യമില്ല. അതേസമയം സ്വർണ്ണക്കൊള്ളയിൽ കടകംപള്ളി സുരേന്ദ്രന്റെയും PS പ്രശാന്തിന്റെയും മൊഴിയിൽ വിശദമായ പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സ്പോൺസർ എന്ന നിലയിൽ ശബരിമലയിൽ വെച്ച് കണ്ടിട്ടുള്ള പരിചയം മാത്രമാണെന്നാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. കേസിലെ പ്രതികളായ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും പങ്കജ് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. 24 തിരുവനന്തപുരം. ശബരിമല യുവതീ പ്രവേശം ഉൾപ്പെടെ സമാന വിഷയങ്ങൾ പരിഗണിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യത തേടി സുപ്രീംകോടതി. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങളായിരിക്കും ഈ ബെഞ്ച് പരിശോധിക്കുക. ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് ഇക്കാര്യം വ്യക്തമാക്കിയത്. ശബരിമലയിൽ യുവതി പ്രവേശനം അനുവദിച്ചുള്ള 2018 സുപ്രീംകോടതി 5-അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി സമാനതകളില്ലാത്ത പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചത്. വിധി പുനഃപരിശോധിക്കണമെന്നാവശ്യപ്പെട്ട നിരവധി പേർ വീണ്ടും സുപ്രീം കോടതിയെ സമീപിച്ചതോടെ വിഷയം വിശാല ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. വിശാല ബെഞ്ച് രൂപീകരിച്ച് വാദം ആരംഭിച്ചെങ്കിലും കോവിഡ് മൂലം അതും പാതി വഴിയിൽ മുടങ്ങി. ആ വിശാല ബെഞ്ചിലെ സർവീസിൽ അവശേഷിക്കുന്ന ഏക അംഗമാണ് നിലവിലെ ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. ഈ പശ്ചാത്തലത്തിലാണ് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്തിന്റെ സുപ്രധാന പ്രതികരണമുണ്ടായത്. മതസ്വാതന്ത്ര്യവും സ്ത്രീകളുടെ അവകാശങ്ങളും സംബന്ധിച്ച വിഷയങ്ങൾ പരിഗണിക്കാൻ 9-അംഗ ഭരണഘടനാ ബെഞ്ച് രൂപീകരിക്കാനുള്ള സാധ്യതകൾ പരിശോധിക്കുകയാണ് എന്നായിരുന്നു ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചത്. ശബരിമല യുവതി പ്രവേശനം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഈ ബെഞ്ചിന്റെ പരിഗണനയിൽ വരും. മതാചാരങ്ങളിൽ കോടതി ഇടപെട്ട് ലിംഗസമത്വം ഉറപ്പാക്കണമോ എന്നതും പരിശോധിക്കാനാണ് സുപ്രീം കോടതി ഒരുങ്ങുന്നത്. വിഷയങ്ങളുടെ സ്വഭാവമനുസരിച്ച് സൂക്ഷ്മമായി കൈകാര്യം ചെയ്യേണ്ടതായതിനാൽ എല്ലാ വശങ്ങളും പരിശോധിച്ചായിരിക്കും 9-അംഗ ഭരണഘടനാ ബെഞ്ച് സുപ്രീം കോടതി രൂപീകരിക്കുക. സങ്കീർണമായ നിയമ പരിശോധനകൾക്കായിരിക്കും ഇത് വഴിവെക്കുക. 24 ഡൽഹി.
തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മേയർ വി രാജേഷിന് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ. ബസ്സുകൾ കോർപ്പറേഷൻ അവകാശപ്പെട്ടത് എന്ന വാദം തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി ഇ ബസ് കരാർ വ്യവസ്ഥകൾ KSRTC പാലിക്കുന്നില്ല എന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ആരോപണം. സ്മാർട്ട് സിറ്റി ഇ ബസ്സുകളെ ചൊല്ലി കൊമ്പുകോർത്ത് കോർപ്പറേഷനും സർക്കാരും. KSRTC, കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി എന്നിവരുമായി ചേർന്ന് തയ്യാറാക്കിയ കരാർ പരിശോധിച്ച മേയർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തി. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടിൽ സർവീസ് നടത്തണമെന്ന നിബന്ധന പാലിക്കുന്നില്ല. ടിക്കറ്റ് വരുമാനത്തിന്റെ 30% കോർപ്പറേഷന് നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. കരാർ വ്യവസ്ഥ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച ഇലക്ട്രിക് ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ സ്മാർട്ട് സിറ്റിക്ക് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. GPS സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു മാസം ബസ്സുകൾ സർവീസ് നടത്തിയ റൂട്ട് കണ്ടുപിടിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം KSRTCയെ സമീപിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം. കോർപ്പറേഷന് അതേ നാണയത്തിൽ മറുപടിയുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തി. 113 ബസ്സുകൾ കോർപ്പറേഷന്റേത് മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും 500 കോടി വീതം നൽകിയിട്ടുണ്ട്. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതിത്തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 113 ബസ്സുകളും കോർപ്പറേഷന് വിട്ടു നൽകും. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്, അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാൻ ഒക്കത്തില്ല. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്. ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. മേയർ പഠിച്ചിട്ട് പറയണം. ഈ ബസ്സുകൾ കൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ആരും പറയരുത്. തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്നും 113 ബസ്സുകൾ കോർപ്പറേഷൻ എടുത്താൽ 150 വണ്ടികൾ KSRTC ഇറക്കുമെന്നും മന്ത്രി കെ ഗണേഷ് കുമാർ കടുപ്പിച്ചു. 24 തിരുവനന്തപുരം. പുത്തൻ പ്രതീക്ഷകളുമായി പുതുവത്സരത്തെ വരവേൽക്കാൻ നാടും നഗരവും. കൊച്ചി കാർണിവൽ നടക്കുന്ന ഫോർട്ട് കൊച്ചിയിലേക്ക് 2.5 ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത്. തലസ്ഥാനത്ത് കോവളം, വർക്കല എന്നിവിടങ്ങളിലാണ് പ്രധാന ആഘോഷങ്ങൾ. പുതുവത്സരാഘോഷത്തിന്റെ ഭാഗമായി കോഴിക്കോട് നഗരത്തിലും താമരശ്ശേരി ചുരത്തിലും കർശന നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. പോയ വർഷത്തെ ദുഃഖവും നഷ്ടങ്ങളുമെല്ലാം ഇന്നത്തെ രാത്രിയോടെ എരിഞ്ഞടങ്ങട്ടെ. പുത്തൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമായി പുതുവത്സരത്തെ വരവേൽക്കാം. ഫോർട്ട് കൊച്ചിയിലെങ്ങും ന്യൂ ഇയർ വൈബാണ്. പരേഡ് ഗ്രൗണ്ടിലും വെളി ഗ്രൗണ്ടിലുമായി 2 പപ്പാഞ്ഞികളെ കത്തിക്കും. 4 മണിക്ക് ശേഷം ഫോർട്ട് കൊച്ചിയിലേക്ക് വാഹനങ്ങൾ കടത്തിവിടില്ല. ബസ് സർവീസ് 5 മണി വരെ മാത്രം. സുരക്ഷയ്ക്ക് 1200 പോലീസുകാർ. മെട്രോ 12 മണിക്ക് ശേഷം അധിക സർവീസ് നടത്തും. എല്ലാ വർഷവും വരാറുണ്ട്. അതെ, തൃശ്ശൂരിൽ നിന്ന് വരുന്നേ. ഞാൻ ഇടയ്ക്ക് വരാറുണ്ട്. കുഴപ്പമില്ല, തിരക്ക് വരണുള്ളൂന്ന് തോന്നുന്നു. ഇന്നലെ നല്ല തിരക്കുണ്ടായിരുന്നു. നല്ല വൈബാണ്. തിരുവനന്തപുരത്ത് കോവളം, വർക്കല, ശംഖുമുഖം, വെള്ളാർ എന്നിവിടങ്ങളിൽ പുതുവത്സരാഘോഷമുണ്ട്. ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് DJ പാർട്ടികൾ. കോവളം ക്രാഫ്റ്റ് വില്ലേജിലും ക്രിസ്മസ് പപ്പാഞ്ഞിയെ കത്തിക്കും. Yeah, it's going on very fun. We have a fun. We are here for the last 7 days and we are enjoying this Kerala. It's a beautiful place to visit once and we are enjoying. எங்கூட கம்பேர் பண்ணும்போது இங்கே இயற்கை சூழல் எல்லாமே நல்லா இருக்கு. ഹാപ്പി ന്യൂ ഇയർ. കോഴിക്കോട് ബീച്ചിലും താമരശ്ശേരി ചുരത്തിലും ഉൾപ്പെടെ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ 750 പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിപ്പിക്കും. 1 മണിയോടെ ആഘോഷങ്ങൾ അവസാനിപ്പിക്കണം. എല്ലാ ജില്ലകളിലും ചെറുതും വലുതുമായ പരിപാടികൾ പുതുവർഷത്തെ വരവേൽക്കാനായി ഒരുക്കിയിട്ടുണ്ട്. 2026 സ്വാഗതം. 24 കൊച്ചി. കർണാടക യലഹങ്ക ബുൾഡോസർ രാജ് വിവാദങ്ങൾക്കിടെ കേരള കർണാടക മുഖ്യമന്ത്രിമാർ ഒരേ വേദിയിൽ. ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിലാണ് പിണറായി വിജയനും സിദ്ധരാമയ്യയും ഒരുമിച്ചെത്തിയത്. ഗുരുദേവ ദർശനങ്ങളെ വക്രീകരിച്ച് ഹൈജാക്ക് ചെയ്യാൻ ചില ശക്തികൾ ശ്രമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി. ജാതീയമായും സാമൂഹ്യമായും അടിച്ചമർത്തപ്പെട്ടിരുന്ന പിന്നോക്ക വിഭാഗങ്ങളെയാകെ അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പ്രകാശപൂർണമായ വഴികളിലേക്ക് കൈപിടിച്ചുയർത്തുക എന്ന ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രബോധനം തന്നെയാണ് നടപ്പാക്കിയത്. ഗുരുവിൻ്റെ ഈ പാതയിലൂടെ തന്നെയാണ് ഇപ്പോൾ കേരള സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഗുരു എന്നും ചെറുതോൽപ്പിക്കാൻ ശ്രമിച്ച അന്ധവിശ്വാസങ്ങളെ സിലബസിൽ ഉൾച്ചേർക്കുന്നത് ഗുരുവിൻ്റെ യുക്തിപൂർണമായ വിദ്യാഭ്യാസ ചിന്തയെ ധിക്കരിക്കലാണ് എന്ന് മാത്രം പറയട്ടെ. ശിവഗിരി മഠത്തിനായി 5 ഏക്കർ ഭൂമി കർണാടകയിൽ അനുവദിച്ചതായി മുഖ്യമന്ത്രി സിദ്ധരാമയ്യ സമ്മേളനത്തിൽ പറഞ്ഞു. നടൻ മോഹൻലാലിന്റെ മാതാവ് ശാന്തകുമാരി അമ്മയ്ക്ക് നാടിന്റെ ആദരാഞ്ജലി. തിരുവനന്തപുരം മുടവൻമുകളിലെ വീട്ടിലാണ് പൊതുദർശനം. സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം.
മോഹൻലാൽ ചെറുപ്പകാലം ചിലവിട്ട തിരുവനന്തപുരം മുടവൻമുകൾ കേശവദാസ് റോഡിലെ വീട്ടിൽ ശാന്തകുമാരി അമ്മയ്ക്ക് ചിതയൊരുങ്ങി. എറണാകുളം എളമക്കരയിലെ വീട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെത്തിച്ച ഭൗതികദേഹത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ മോഹൻലാലിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും ഉൾപ്പെടെ നൂറുകണക്കിന് പേർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉച്ചയോടെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രിമാരായ മുഹമ്മദ് റിയാസ്, GR അനിൽ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, മോഹൻലാലിന്റെ ഉറ്റ സുഹൃത്തുക്കളായ പ്രിയദർശൻ, G സുരേഷ് കുമാർ, മണിയൻപിള്ള രാജു, MG ശ്രീകുമാർ തുടങ്ങിയവർ ലാലിനൊപ്പമുണ്ട്. ഞങ്ങൾ കളിച്ചു വളർന്ന സ്ഥലമാണ്. ഒരുപാട് ഓർമ്മകളാണ് ഈ വീട് കാണുമ്പം. അമ്മ ഇവിടെ വന്നിരിക്കുന്നതും സംസാരിക്കുന്നതും അച്ഛൻ സംസാരിക്കുന്നതും പിന്നെ ലാലിൻ്റെ ബ്രദർ. പക്ഷേ ലാലിൻ്റെ എല്ലാമായിരുന്നു അമ്മ. എല്ലാവർക്കുമാണ് എങ്കിലും ലാലിന് ജീവിതമേ അമ്മയ്ക്ക് വേണ്ടി സമർപ്പിച്ച ഒരു വ്യക്തിയാണ്. ഞാൻ ജനിക്കുന്ന ആ ഒരു സമയം മുതൽ എനിക്കറിയാവുന്ന ഒരു ഫാമിലിയാണത്. അപ്പോൾ എൻ്റെ അമ്മ സീതാലക്ഷ്മി ദേവിൻ്റെ ഉറ്റ സുഹൃത്താണ് ശാന്ത ആൻറ്റി എന്ന് പറയുന്ന മോഹൻലാൽ. ഞാൻ വിളിക്കുന്നത് ലാലു ചേട്ടനാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഒരുമിച്ച് കളിച്ച് വളർന്നവരാണ്. മോഹൻലാലിന്റെ അച്ഛൻ വിശ്വനാഥൻ നായരുടെയും സഹോദരൻ പ്യാരലാലിന്റെയും മൃതദേഹങ്ങൾ സംസ്കരിച്ച സ്ഥലത്തിന് സമീപത്താണ് അമ്മയ്ക്കും ചിതയൊരുക്കുക. പക്ഷാഘാതത്തെ തുടർന്ന് ചികിത്സയിലായിരുന്ന ശാന്തകുമാരി ഇന്നലെ ഉച്ചയ്ക്ക് 1:30 കൊച്ചി എളമക്കരയിലെ വീട്ടിൽ വെച്ചാണ് മരിച്ചത്. 24 തിരുവനന്തപുരം. ഹരിയാനയിലെ ഫരീദാബാദിൽ ഓടിക്കൊണ്ടിരുന്ന വാനിൽ യുവതിയെ കൂട്ടബലാത്സംഗം ചെയ്തു. അതിക്രമത്തിന് ശേഷം യുവതിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞ് അക്രമികൾ കൊടും ക്രൂരത തുടർന്നു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാത്രി 8:30 സംഭവം. വാഹനത്തിനായി കാത്തുനിന്ന 25-കാരിയെ ലിഫ്റ്റ് വാഗ്ദാനം ചെയ്ത് വാഹനത്തിനുള്ളിൽ കയറ്റിയായിരുന്നു കൊടും ക്രൂരത. സുരക്ഷിതമായി എത്തിക്കാമെന്ന് ഉറപ്പു നൽകിയ പ്രതികൾ യുവതിയെ ഈക്കോ വാനിനുള്ളിൽ കയറ്റുകയായിരുന്നു. ഗുരുഗ്രാം ഫരീദാബാദ് റോഡിലേക്ക് വാഹനമെത്തിയതിന് പിന്നാലെ അക്രമികൾ യുവതിയെ ബലാത്സംഗം ചെയ്തു. 3 മണിക്കൂർ നീണ്ട അതിക്രമത്തിനൊടുവിൽ ഓടുന്ന വാനിൽ നിന്ന് യുവതിയെ റോഡിലേക്ക് വലിച്ചെറിഞ്ഞു. മുഖത്തും തലയ്ക്കും ഗുരുതരമായി പരിക്കേറ്റ യുവതിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുഖത്ത് 12 തുന്നലുകളുണ്ട്. യുവതിയുടെ വീട്ടുകാർ നൽകിയ പരാതിയിൽ കൊട്വാലി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. സംഭവത്തിൽ 2 പേരെ അറസ്റ്റ് ചെയ്തു. 24 ഡൽഹി. മതപരിവർത്തനം ആരോപിച്ച് മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ മലയാളി വൈദികനെയും ഭാര്യയെയും അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ പ്രതിഷേധം ശക്തം. CSI വൈദികൻ ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. വൈദികനെ ഉൾപ്പെടെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് A. റഹീം MP പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. ബജ്റംഗ് ദൾ നൽകിയ പരാതിയിലാണ് ബനോഡ പോലീസ് ഫാദർ സുധീർ ജോൺ വില്യംസ്, ഭാര്യ ജാസ്മിൻ വില്യംസ് എന്നിവർ ഉൾപ്പെടെ 6 പേരെ അറസ്റ്റ് ചെയ്തത്. ക്രൈസ്തവ വിശ്വാസിയായ ഒരാളുടെ വീട്ടിൽ പിറന്നാൾ, ക്രിസ്മസ് പ്രാർത്ഥനകൾ നടക്കുന്നതിനിടെ 30ഓളം ബജ്റംഗ് ദൾ പ്രവർത്തകരെത്തി സംഘർഷമുണ്ടാക്കുകയായിരുന്നു. അറസ്റ്റിനെ കുറിച്ച് അന്വേഷിക്കാൻ സ്റ്റേഷനിലെത്തിയ 4 പേർക്കെതിരെയും പ്രാർത്ഥനായോഗം നടന്ന വീടിന്റെ ഉടമയും ഭാര്യയുമടക്കം 13 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. മതപരിവർത്തനം ഉൾപ്പെടെ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസ്. നടപടിയെ CSI ബിഷപ്പ് കൗൺസിൽ ശക്തമായി അപലപിച്ചു. ആരാധനയ്ക്ക് പങ്കെടുത്തു എന്നുള്ളതിന്റെ പേരിലാണ് മതപരിവർത്തനം ആരോപിച്ച് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് CSI ബിഷപ്സ് കൗൺസിൽ ശക്തമായി അപലപിക്കുന്നു. ഗവൺമെന്റ് ഇത്തരം നടപടികളിൽ നിന്ന് പിന്മാറണമെന്ന് ബിഷപ്സ് കൗൺസിൽ ആവശ്യപ്പെടുകയും ചെയ്യും. ക്രൈസ്തവർക്ക് നേരെ വർദ്ധിച്ചുവരുന്ന അക്രമങ്ങൾ ചൂണ്ടിക്കാണിച്ച് A. റഹീം MP പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചു. ഫാദർ സുധീറിനെയും കുടുംബത്തെയും ഉടൻ മോചിപ്പിക്കണമെന്നും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് കത്ത്. 24 ഡൽഹി. സംഘർഷം തുടരുന്ന ബംഗ്ലാദേശിൽ വീണ്ടും ന്യൂനപക്ഷ വിഭാഗത്തിലെ യുവാവ് കൊല്ലപ്പെട്ടു. വസ്ത്ര ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനായ ബജേന്ദ്ര ബിശ്വാസാണ് വെടിയേറ്റ് കൊല്ലപ്പെട്ടത്. ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളിൽ പ്രതിഷേധം കനക്കുന്നതിനിടെയായിരുന്നു വീണ്ടും കൊലപാതകം. കഴിഞ്ഞ 2 ആഴ്ചക്കിടെ ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗത്തിലെ 3ാമത്തെ യുവാവാണ് കൊല്ലപ്പെടുന്നത്. ബംഗ്ലാദേശ് മൈമൻ സിംഗിലെ വസ്ത്ര ഫാക്ടറിയിലെ സുരക്ഷാ ജീവനക്കാരനാണ് കൊല്ലപ്പെട്ടത്. ഒരു പ്രകോപനവും കൂടാതെയാണ് സഹപ്രവർത്തകനായ നൊമാൻ മിയ ബജേന്ദ്ര വിശ്വാസിന് നേരെ വെടിയുതിർത്തത്. ഞാൻ തന്നെ വെടിവെക്കട്ടെ എന്ന് ചോദിച്ച നൊമാൻ മിയ തൊട്ടു പിന്നാലെ ബജേന്ദ്ര വിശ്വാസിന് നേരെ വെടിയുതിർക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബജേന്ദ്ര വിശ്വാസിനെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൽ നൊമാൻ മിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കൈവശമുണ്ടായിരുന്ന തോക്ക് പോലീസ് പിടിച്ചെടുത്തു.
ഇരുവരും ബംഗ്ലാദേശ് അർദ്ധസൈനിക വിഭാഗമായ അൻസാറിലെ അംഗങ്ങളായിരുന്നു. ബംഗ്ലാദേശിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ദീപു ചന്ദ്രദാസിന്റെയും അമിത് മണ്ഡേലിന്റെയും കൊലപാതകങ്ങൾക്ക് പിന്നാലെ വലിയ പ്രതിഷേധങ്ങൾ ഉയർന്നിരുന്നു. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുണ്ടാകുന്ന ആക്രമണങ്ങളിൽ ഇന്ത്യ ആശങ്കയും അതൃപ്തിയും അറിയിച്ചിരുന്നു. 24 ഡൽഹി. UDF-ൽ നിയമസഭാ സീറ്റ് ചർച്ചകൾ സജീവമാകുന്നു. കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുക്കാനാണ് കോൺഗ്രസ് നീക്കം. അതേസമയം ഇത്തവണ കൂടുതൽ യുവാക്കളെ രംഗത്തിറക്കാനാണ് മുസ്ലിം ലീഗ് തീരുമാനം. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കുമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ സീറ്റിൽ മത്സരിക്കാനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായാണ് കോട്ടയത്ത് കേരള കോൺഗ്രസിൽ നിന്നും സീറ്റുകൾ ഏറ്റെടുക്കാനുള്ള നീക്കം. കഴിഞ്ഞ തവണ കേരള കോൺഗ്രസ് മത്സരിച്ച ഏറ്റുമാനൂർ, ചങ്ങനാശ്ശേരി സീറ്റുകൾ ഏറ്റെടുക്കാനാണ് ആലോചന. ഇതിനു പകരമായി പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ നൽകും. എന്നാൽ ഇക്കാര്യത്തിൽ കേരള കോൺഗ്രസിൽ അതൃപ്തിയുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ കേരള കോൺഗ്രസും കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ തയ്യാറെടുത്തിരിക്കുകയാണ്. UDF-ന്റെ കൂട്ടായ തീരുമാനങ്ങൾക്ക് ഞങ്ങൾ വില കൽപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ ഉഭയകക്ഷി ചർച്ചകളിലൂടെ സീറ്റ് വിഭജനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടന്നതിന് ശേഷമേ അത്തരം വിഷയങ്ങളിൽ പാർട്ടിയുടെ നിലപാട് പറയേണ്ട കാര്യമുള്ളൂ. കേരള കോൺഗ്രസിന് സ്റ്റേറ്റ് ഒട്ടാകെ 10 സീറ്റുണ്ട്. എല്ലാ മേഖലകളിലും UDF-ന് മുൻതൂക്കം ഉണ്ടാക്കുന്നതിൽ കേരള കോൺഗ്രസിന് ഞങ്ങളുടെ റോൾ വഹിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേസമയം ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പുതുമുഖങ്ങളെ ഇറക്കാൻ മുസ്ലിം ലീഗും തീരുമാനിച്ചു. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ 24-നോട് പറഞ്ഞു. പുതുമുഖങ്ങളെ തന്നെയാണ് മുസ്ലിം ലീഗ് കൂടുതലായിട്ടും എല്ലാ സമയത്തും വെക്കാറുള്ളത്. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നമ്മളത് കണ്ടതാണ്. ഭൂരിഭാഗം യുവാക്കളും യുവതികളുമാണ് മത്സരിച്ചിട്ടുള്ളത്. വിദ്യാർത്ഥികളൊക്കെ മത്സരിച്ചു. അപ്പോൾ നിയമസഭയിലേക്കും യുവരക്തങ്ങളെ തന്നെയാണ് പാർട്ടി മുൻതൂക്കം കൊടുക്കുന്നത്. കോൺഗ്രസിലും യുവനിരയെ രംഗത്തിറക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൽ സീനിയർ നേതാക്കളും മത്സരിക്കുമെന്ന് KPCC മുൻ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാട് മുതിർന്നവരെയും അതുപോലെ തന്നെ യുവാക്കന്മാരെയൊക്കെ തന്നെ കൂട്ടിയിണക്കിക്കൊണ്ടാണ് എല്ലാ കാലത്തും. അതായിരുന്നു കോൺഗ്രസ് സ്വീകരിച്ച നിലപാട്. അർഹതയുള്ള യുവാക്കന്മാരെ, യുവതികളെ അവരെയൊക്കെ തന്നെ കണ്ടെത്തിക്കൊണ്ട് ഒരു നല്ല ലിസ്റ്റ് പുറപ്പെടുവിക്കണമെന്നാണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആഗ്രഹിക്കുന്നത്. അതേസമയം മുതിർന്ന നേതാക്കളെ മാറ്റി നിർത്തുന്നത് വലിയ തലവേദനയാകുമെന്ന് നേതൃത്വങ്ങൾ കരുതുന്നു. ടോബി ജോൺസൺ, 24 കോട്ടയം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃശൂർ മട്ടത്തൂരിൽ നടന്നത് ഓപ്പറേഷൻ താമര എന്ന് സൂചന. പാറളം, വല്ലച്ചിറ പഞ്ചായത്തുകളും ലക്ഷ്യം വെച്ചെങ്കിലും ഫലം കണ്ടില്ല. മട്ടത്തൂരിലെ BJP പിന്തുണ അപ്രതീക്ഷിതമെന്ന വിമത നേതാക്കളുടെ വാദം BJP നേതാക്കൾ തള്ളി. ഇതിനിടെ DCC അധ്യക്ഷനെ മാറ്റിയാൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാമെന്ന് കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിൽ ഉപാധിയുമായി മട്ടത്തൂരിലെ വിമത നേതാക്കൾ രംഗത്തെത്തി. മട്ടത്തൂരിന് പുറമെ പാറളം, വല്ലച്ചിറ പഞ്ചായത്തുകളിലായിരുന്നു BJPയുടെ ഓപ്പറേഷൻ താമര. എന്നാൽ വല്ലച്ചിറയിൽ നീക്കം വിജയം കണ്ടില്ല. മണ്ഡലവും ജില്ലാതലവും കേന്ദ്രീകരിച്ച് നടന്ന ചർച്ചയിൽ കോൺഗ്രസ് അംഗങ്ങൾ രാജിവെച്ചാൽ പിന്തുണയ്ക്കാമെന്നായിരുന്നു BJPയുടെ ഉറപ്പ്. കത്തു ലഭിച്ചതോടെ തങ്ങൾ പിന്തുണ നൽകുകയായിരുന്നുവെന്ന് BJP എറണാകുളം മേഖലാ പ്രസിഡന്റ് A. നാഗേഷ് സ്ഥിരീകരിച്ചു. ഭാരതീയ ജനതാ പാർട്ടിയെ ഒരാളെ പോലും BJPയിലേക്ക് ക്ഷണിക്കാനോ അധികാരം പങ്കിടാനോ യാതൊരു ശ്രമവും നടത്തിയിട്ടില്ല. ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് 2 പാർട്ടിയിൽ നിന്നും രാജിവെച്ച ആളുകൾക്ക് പിന്തുണ നൽകുമെന്ന ആ പാർട്ടിയുടെ നിലപാടാണ് മറ്റത്തൂരിൽ ഞങ്ങൾ നടപ്പാക്കിയിട്ടുള്ളത്. മുൻകൂട്ടി ചർച്ചകളില്ലെന്നും അപ്രതീക്ഷിതമായ പിന്തുണയാണെന്നുമുള്ള സഖ്യനേതാക്കളുടെ വാദം തള്ളുകയാണിത്. അതിനിടെ KPCC നേതൃത്വത്തിനു മുന്നിൽ സഖ്യനേതാക്കൾ ഉപാധികളും മുന്നോട്ട് വെച്ചിട്ടുണ്ട്. വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാം, DCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറണം, പ്രത്യേക അന്വേഷണ കമ്മീഷൻ നിയോഗിക്കണം. യാദൃശ്ചികമായി നമുക്ക് BJPയുടെ വോട്ട് ലഭിച്ചു എന്നുള്ളതൊരു സത്യമാണെങ്കിലും അതിനുവേണ്ടി മുൻകൂട്ടിയുള്ള ചർച്ചയോ ആസൂത്രണമോ ഒന്നും നടത്തിയിരുന്നില്ല. മാത്രവുമല്ല, അത്തരമൊരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ട് എത്തിച്ചത് DCC പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പാർട്ടിയിലെ നേതാക്കന്മാരാണ്. വിമതർക്ക് DCC പ്രസിഡന്റ് ജോസഫ് ടാർജറ്റിന്റെ മറുപടി ഇങ്ങനെ: ഈ പാർട്ടി ഒരു ഹൈറാർക്കി സംവിധാനമാണ്. താഴെ ഒരു തെറ്റുപറ്റി അല്ലെങ്കിൽ അവർക്ക് പരാതികളുണ്ടെങ്കിൽ മോൾത്തട്ടിലേക്ക് കൊടുക്കാം. DCC പ്രസിഡന്റിൻ്റെ ഒരു നടപടിക്കെതിരെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് അപ്രോച്ച് ചെയ്യാവുന്ന KPCC പ്രസിഡന്റാണ്. പാർട്ടിയുടെ നിലപാട് BJPയുടെ വോട്ട് കിട്ടി അല്ലെങ്കിൽ വർഗീയ പാർട്ടികളുടെ വോട്ട് കിട്ടിയാൽ അത് രാജിവെക്കണമെന്നാണ്. അത്രേ ഞാൻ ആവശ്യപ്പെട്ടു. മറ്റത്തൂരിൽ മുൻ DCC പ്രസിഡന്റ് ജോസ് വെള്ളൂരിന്റെ നേതൃത്വത്തിൽ സമാന്തര DCC പ്രവർത്തിക്കുകയാണെന്ന് കോൺഗ്രസ് നേതാക്കൾ കുറ്റപ്പെടുത്തി. അതേസമയം LDF വിജയിച്ച വല്ലച്ചിറയിൽ BJP വോട്ട് അസാധുവായത് ഉയർത്തിക്കാട്ടി പ്രതിരോധം തീർക്കാനാണ് കോൺഗ്രസ് നീക്കം. 24 തൃശൂർ. ഇനി ശബരിമല വാർത്തയിലേക്കാണ്. ശരണം സന്നിധാനം. ശരണം സന്നിധാനം കോ പവേർഡ് ബൈ രമേശ് RG നല്ലെണ്ണ. ആർജിക്കാം നല്ലൊരു പ്രാർത്ഥനാശീലം.
കളർ മങ്ങാത്ത വൃത്തി. ലേക്ക് റോൾ കാർ ഷാംപൂ. തരിതരിയായ GRB നെയ്. പ്യുവറാണ്, അത് ഷുവറാണ്. കോ-സ്പോൺസർഡ് ബൈ BLM, കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമലയിൽ ഭക്തജന തിരക്ക്. പമ്പയിലും തീർത്ഥാടകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്നലെ വൈകിട്ട് 5 മണിക്കാണ് നട തുറന്നത്. ജനുവരി 14 മകരവിളക്ക്, 11 എരുമേലി പേട്ടതുള്ളൽ, 12 പന്തളത്ത് നിന്ന് തിരുവാഭരണ ഘോഷയാത്ര തുടങ്ങുക. മകരവിളക്ക് തീർത്ഥാടനം പൂർത്തിയാക്കി ജനുവരി 20 നടയടയ്ക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.